ഹലോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് എന്തെങ്കിലും പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ അസുഖം മുതൽ വലിയ അസുഖമാണെങ്കിൽ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് ഓടും. ചെറിയ അസുഖമാണെങ്കിൽ പോലും അധികം സമയം വൈകാതെ ഹോസ്പിറ്റലിൽ പോയി മാറ്റാനാണ് മിക്ക ആളുകളും നോക്കുക, അല്ലേ? ആദ്യമൊക്കെ കുറച്ച് മാറാൻ വേണ്ടി ഒന്ന് വെറുതെ വീട്ടിലിരുന്നാലും പിന്നീട് എന്തായാലും നമ്മൾ മാറുന്നില്ല എന്ന് കാണുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകും. പക്ഷേ എന്തുകൊണ്ട് ടെൻഷനോ സ്ട്രെസ്സോ ഡിപ്രഷൻ അങ്ങനത്തെ പ്രശ്നങ്ങൾ, മാനസികമായ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് മടി കാണിക്കുന്നു ഹോസ്പിറ്റലിലേക്ക് പോകാനോ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ പോകാൻ മടി കാണിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ? ഇന്നത്തെ കാലത്ത് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പണ്ടത്തെ കാലം വെച്ച് നോക്കുമ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴും ആ സ്റ്റിഗ്മയുണ്ട്. ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്താണ് പോകുന്നതെന്ന് പറയുമ്പോൾ ഒരു മടിയാണത് പറയാനായിട്ട്. അത് ചോദിക്കുമ്പോൾ ഇന്നലെയും കൂടെ എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഒന്നുണ്ടായി. ഒരു കുട്ടി സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകണമായിരുന്നു, പക്ഷേ പറയാനൊരു മടി ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ആ ഒരു സ്റ്റിഗ്മയുണ്ട്. എന്തോ ഭ്രാന്തന്മാരാണ് എന്നുള്ള രീതിയിലൊക്കെ ആ ഉള്ള മുദ്രകുത്തലുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റണം. നമുക്ക് പുറമെ എന്തെങ്കിലും അസുഖം വന്നാൽ അത് കാണാനായിട്ട് പറ്റും. വഴി നമുക്കൊരു സൊല്യൂഷനിലേക്ക് എത്തിപ്പെടാനാണ് സാധിക്കുന്നത്. അല്ലെങ്കിൽ നടക്കാൻ പറ്റായിക്കോ മാറ്റാൻ ഒരുപാട് വഴികളുണ്ട്. നമുക്ക് ഒരു തെറാപ്പിസ്റ്റിന്റെ സഹായത്തോട് കൂടിയിട്ട് മാറ്റിയെടുക്കാവുന്നതുള്ളൂ. ആ ഒരാൾക്ക് മാത്രമേ അതിൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. ഉള്ളിലൊതുക്കി കഴിയും. പിന്നെ ചുറ്റിലുള്ളവരുടെ അടുത്തേക്കും വരാൻ തുടങ്ങും. അങ്ങനെ അത് ആ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ മനസ്സമാധാനം കളയും. പക്ഷെ പുറത്ത് കാണിച്ച് ഡോക്ടറെ അടുത്ത് പോകാൻ പേടിക്കും. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള തോന്നലുണ്ടാവും. ഇതൊക്കെ മാറ്റി നമ്മൾ കുറച്ചുകൂടി നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ബാക്കിയുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് നോക്കാതിരിക്കുക. സൊസൈറ്റിയും മാറണം. ഒരുപാട് മാറി വരുന്നുണ്ട്, ഇനി ഒരുപാട് മാറാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് എപ്പോഴും കെയറും ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.